നമസ്കാരം, ലൂസിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് 5Gയെ കുറിച്ചിട്ടാണ്. ഈ അടുത്ത കാലത്ത് ജൂഹി ചൗള ഡൽഹി ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. അതായത് നമ്മുടെ തൊണ്ടിമുതലിലും ദൃക്സാക്ഷിയിലും നമ്മുടെ ഇപ്പോഴത്തെ അഖിലേഷ് ഏട്ടൻ പറഞ്ഞതുപോലെ അണ്ണാർക്കണ്ണനും അതുപോലെ പൂമ്പാറ്റയ്ക്കുമൊക്കെ ഭയങ്കര ദോഷമാണ്, അതുപോലെ മനുഷ്യന് ഭയങ്കര ദോഷമാണ്, ക്യാൻസറൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് 5G ടവറുകളും 5G നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി വളരെ കൺസേൺഡ് ആയിട്ട് ജൂഹി ചൗള ഒരു പെറ്റീഷൻ കൊടുത്തു. കോടതിയുടെ സമയം മെനക്കെടുത്തുകയാണെന്നും അതുപോലെ തന്നെ ജൂഹി ചൗള പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി ചെയ്യുകയാണെന്നും പറഞ്ഞ് ഒരു 20 ലക്ഷം രൂപ ഫൈനും ഇട്ടിട്ട് ആ പെറ്റീഷനേഴ്സിനെല്ലാം പറഞ്ഞു വിട്ടു. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് 5G ശരിക്കും സേഫാണോ അതോ എന്തെങ്കിലും പ്രശ്നമുള്ള സാധനമാണോ എന്നുള്ളതാണ്. ആദ്യം ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് പോകാം. എന്താണ് ഈ 5G എന്ന് പറയുന്നത് ചിലരൊക്കെ 5 GHz ഉള്ള ഫ്രീക്വൻസിയാണ് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അതാണോ ശരിക്കും 5G ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വയർലെസ് റൗട്ടേഴ്സും അതുപോലെ തന്നെ പഴയ കോർഡ്ലെസ് ഫോണുകളൊക്കെ ഉപയോഗിച്ചിരുന്ന 5 GHz ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അതാണോ 5G ശരിക്കും 5th ജനറേഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് 5Gയെ കുറിച്ചാണ് ഇന്ന് കൂടുതൽ സംസാരിക്കേണ്ടത്. പക്ഷേ ആദ്യം ഇപ്പോൾ നമ്മൾ 5Gയിലെത്തി നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ ജനറേഷനും കടന്നു വന്നത്? ആദ്യം ഉണ്ടായിരുന്നത് 1G അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ ഫോൺസ് എന്ന് പറയാം. നമുക്കറിയാം, ഒരു 90കളുടെ അവസാനത്തൊക്കെ നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ സെല്ലുലാർ ഫോൺ ഇറങ്ങിയ സമയത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെക്നോളജിയാണ് 1G അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. എന്തായിരുന്നു അതിന് ഏറ്റവും വലിയ പ്രശ്നം? അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, എന്നാലും കോളുകൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ 2G എന്ന് നമ്മൾ അറിയപ്പെടുന്ന സാധനം വന്നു. അതിനകത്തുള്ളൊരു ഗുണം എന്താണ്? നമുക്ക് അത്യാവശ്യം ഫോണുകളോടൊപ്പം തന്നെ മറ്റേതുപോലെയല്ല, ഇത് കുറച്ചുകൂടെ ഡിജിറ്റലി എൻകോഡറാണ്, കുറച്ചുകൂടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. മറ്റേതുപോലെ വെറുതെ നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. 1Gക്ക് അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ 2G ആയപ്പോഴത്തേക്കും നമുക്ക് ടെക്സ്റ്റുകളും കൂടി അയക്കാം എന്നുള്ളൊരവസ്ഥയായി. അപ്പോൾ കുറച്ചുകൂടെ ടെക്നോളജി വികസിച്ചു, കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ബെറ്ററായി. അങ്ങനെയാണ് നമ്മൾ 2Gയിലേക്ക് എത്തുന്നത്. അതിനുശേഷം വന്നു 3G ആയപ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായി. നമുക്ക് 3Gയിൽ അത്യാവശ്യം ചില സൈറ്റുകളൊക്കെ നമുക്ക് ബ്രൗസ് ചെയ്യാമെന്നായി. ഇത്തിരി പെയിൻഫുള്ളി സ്ലോ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് അത്യാവശ്യം കുറച്ച് ഇൻ്റർനെറ്റ് സൈറ്റുകളും അത്യാവശ്യം ബ്രൗസിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയിലേക്ക് 3G വന്നു. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ പോപ്പുലറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 4G വന്നത്. 4G എന്ന് പറയുന്നത് 4th ജനറേഷനാണ്, അല്ലെങ്കിൽ LTE എന്ന് പറയുന്ന ടെക്നോളജിയാണ്. അതായത് ലോങ് ടേം എവല്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന 4G എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്കറിയാം, നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡിൽ നമുക്കൊരു വയർലെസ് സിസ്റ്റത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുവിധം നല്ല സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് 4G എന്ന് പറയുന്നത്. അപ്പോൾ 4G വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് 5G എന്ത് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൊബൈൽ ഫോണുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അയ്യോ റേഡിയേഷൻ ആണോ, എന്തെങ്കിലും ക്യാൻസർ വരുമോ, പ്രശ്നം വരുമോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവാം. അത് സാധാരണക്കാരൻ അങ്ങനെ തോന്നുന്നതിൽ തെറ്റും പറയാൻ പറ്റില്ല. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ? കുറച്ചുകൂടെ മനസ്സിലാവാൻ എളുപ്പത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രമാണ്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ വിസിബിൾ പാർട്ടാണ് നമ്മൾ ലൈറ്റ് എന്ന് പറഞ്ഞ് കാണുന്നത്. വിസിബിൾ സ്പെക്ട്രത്തിൻ്റെ താഴെയുള്ള ഫ്രീക്വൻസികളുണ്ട്, അതുപോലെ തന്നെ വിസിബിൾ സ്പെക്ട്രത്തിൻ്റെ മുകളിലുള്ള ഫ്രീക്വൻസിയുണ്ട്. നമുക്ക് വളരെ ചെറിയൊരു ബാൻഡ് വിഡ്ത്ത് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ എന്നേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ചിട്ടാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പ്രധാനമായിട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ലൈറ്റ് ഉപയോഗിച്ച് എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്ക് കാണാൻ കഴിയാത്ത ലൈറ്റാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ലൈറ്റിനൊരു പ്രത്യേകതയുണ്ട്. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഊർജ്ജം കൂടുതലും, ഫ്രീക്വൻസി കുറയുന്നതിനനുസരിച്ച് ഊർജ്ജം കുറയുകയാണ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മൈക്രോവേവ് അവൻ എന്ന് പറയുന്ന സാധനം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിന് പലപ്പോഴും നമ്മൾ ആഹാരം ചൂടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാണ് ആഹാരം ചൂടാക്കുന്നത്? ആഹാരത്തിനുള്ളിലുള്ള വാട്ടർ മോളിക്യൂൾസിനെ അല്ലെങ്കിൽ ജലത്തിൻ്റെ തന്മാത്രയെ അത് വളരെ ഫാസ്റ്റായിട്ട് വൈബ്രേറ്റ് ചെയ്യിക്കുകയും അങ്ങനെയാണ് അതിൻ്റെ എനർജി റിലീസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള മൈക്രോവേവ് അവൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 2.45 GHz വരുന്ന ഒരു വേവാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ആ വേവ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളത്തിൻ്റെ റെസനൻറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ വെള്ളം വൈബ്രേറ്റ് ചെയ്യുന്ന ആ ഫ്രീക്വൻസിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ 2.45 ഉപയോഗിക്കുന്നത്.
ഇനി അത് ഉപയോഗിക്കുന്നതിൽ ഒരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. അതിന് മുകളിലുള്ളതാണെങ്കിൽ ആഹാരം തുളച്ച് കയറി പോകാനായിട്ട് പാടാണ്. കാര്യം ഹയർ ഫ്രീക്വൻസി വേവുകൾക്ക് ഒരു പെർട്ടിക്കുലർ സാധനം തുളച്ച് കയറി പോകാനുള്ള കഴിവ് കുറവാണ്. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. കുറച്ചുകൂടെ ലോവർ ഫ്രീക്വൻസി ആണെങ്കിലാണ് സുഗമമായിട്ട് പോകുന്നത്. അപ്പോൾ മൈക്രോവേവിൻ്റെ കാര്യം പറഞ്ഞു. അതുകൊണ്ടാണ് ഈ മൈക്രോവേവും മൊബൈലും ഒക്കെ ഭയങ്കര റേഡിയേഷൻ ആണെന്ന് ആളുകൾ പറയാനായിട്ടുള്ള കാരണം. പക്ഷേ അതിൽ യാതൊരു വാസ്തവവുമില്ല. കാര്യം നമുക്ക് ശല്യം ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കുറഞ്ഞ ആവൃത്തിയിലുള്ള അല്ലെങ്കിൽ ഫ്രീക്വൻസിയിലുള്ള വേവുകളാണ് മൈക്രോവേവ് അവൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും 4Gയിലേക്ക് വരാം. 4G സ്പെക്ട്രം ഉപയോഗിക്കുന്നത് 600 മെഗാഹെർട്സ് മുതൽ ഏതാണ്ട് 6 GHz വരെയുള്ള ബാൻഡ് വിഡ്ത്തിലാണ്. 5G ടെക്നോളജി ആവുമ്പോഴും ഈ പറയുന്ന ഫ്രീക്വൻസിയോടൊപ്പം തന്നെ അല്ലെങ്കിൽ 5G തുടങ്ങുന്നത് ഒരു 24 GHz നിന്നാണ്. പക്ഷേ നമ്മുടെ 4Gയുടെ ആ സ്പെക്ട്രവും 5Gക്ക് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. അതിന് വേറെ ചില ടെക്നിക്കലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ 24 GHz കൊണ്ട് മുതൽ ഏതാണ്ട് 86 GHz വരെയാണ് നമ്മുടെ 5G സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഗോ അപ് ടു 300 GHz. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ 5G ആവുമ്പോൾ എന്താണ് ഗുണം? 5G ആവുമ്പോൾ ഉള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന നമ്മുടെ ഡേറ്റയുടെ ഉപയോഗം അല്ലാതെ പുതുതായി പല ഡേറ്റയുടെ ഉപയോഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. ഉദാഹരണത്തിന് ഓട്ടോണമസ് കാർസ്. ഒരു ഡ്രൈവർ ഇല്ലാതെ കൃത്യമായി തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്ന വണ്ടികളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. റോഡ് ആക്സിഡൻറ്റ്സ് നടക്കാനുള്ള സാധ്യത തന്നെ വളരെ കുറവാണ്. അതായത് അത്രത്തോളം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ബാൻഡ് വിഡ്ത്താണ് 5G ടെക്നോളജി ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തിനാണ് ഈ ആളുകൾ 5Gയെ പേടിക്കുന്നത്? 5Gയെ പേടിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ 4Gക്ക് വയ്ക്കുന്നത് പോലെ വലിയ അവിടെ ഇവിടെയായിട്ട് ടവറുകൾ വെച്ചാൽ പോരാ. 5G ഫ്രീക്വൻസി കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഇൻവേഴ്സ് സ്ക്വയർ ലോ അനുസരിച്ചിട്ട് ദൂരം കൂടുന്നതിനനുസരിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റേഞ്ചിൽ നിന്ന് ഔട്ടായി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ടവറുകൾ വയ്ക്കണം, അല്ലെങ്കിൽ സ്മോൾ സെല്ലുകളാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം. അതായത് പൊക്കമുള്ള വലിയ ടവറുകളെക്കാൾ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് ടവറുകൾ വരും. അപ്പോൾ ഒരുപാട് ടവറുകൾ വരുമ്പോൾ പൊതുജനം ചിന്തിക്കുന്നത് എന്താണ്? മൈക്രോവേവ് ഓവനുകൾ ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുന്നത് പോലെ സ്ട്രീറ്റുകളിൽ മുഴുവൻ സ്മോൾ സെൽസ് വയ്ക്കുകയാണെങ്കിൽ അത്രമാത്രം റേഡിയേഷനാണ് ആളുകൾക്കും ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്നതാണ്. പക്ഷേ അത് വാസ്തവ വിരുദ്ധമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? 5G ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ഒരു റെവല്യൂഷണറി ടെക്നോളജി ആയിരിക്കും. ഒരുപാട് കാര്യങ്ങളിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിലായാലും ഹൗസ് ഹോൾഡിലായാലും നമ്മൾ ഇന്ന് കാണുന്ന വീട്ടിൽ കാണുന്ന വൈഫൈ റൗട്ടറൊന്നും ചിലപ്പം വേണ്ടി വന്നത് തന്നെ ഇരിക്കില്ല. കാര്യം എല്ലാ എക്യുപ്മെൻറ്റ്സിനും അതിൻ്റെ കൂടെ ഒരു ബിൽറ്റ് ഇൻ വൈഫൈ പോലത്തെ ഒരു അല്ലെങ്കിൽ 5G ഫംഗ്ഷൻ ഉണ്ടാവും. എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും വയർലെസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. ഇനി 4G അപേക്ഷിച്ച് എന്താണ് 5Gക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം അതിൻ്റെ ഹയർ ബാൻഡ് വിഡ്ത്ത്, രണ്ടാമത് വളരെ ലോ ലേറ്റൻസിയാണ്. നമുക്കറിയാം ഒരു ഫോണിൽ നിന്ന് നമ്മളൊരു സൈറ്റ് എടുക്കാനായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വർക്ക് ചെയ്യാനായിട്ട് ഏതാണ്ട് 100 മില്ലി സെക്കൻഡ് വരെ സമയമെടുക്കും. പക്ഷേ 5G അങ്ങനെയല്ല, വളരെ ഫാസ്റ്റാണ്. 1 മില്ലി സെക്കൻഡ് സമയം, 1 സെക്കൻഡിൻ്റെ വളരെ ചെറിയൊരു അംശം മാത്രം. ഒരുപാട് ഫോണുകൾ നമുക്ക് ഒരൊറ്റ ടവറിൻ്റെ കീഴിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ 5G ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. ചില സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൂരം കൂടുന്നതിനനുസരിച്ചിട്ട് ഇടയ്ക്ക് ചിലപ്പോൾ ഒന്ന് 4Gയുടെ ഒരു സ്പെക്ട്രവും കൂടെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 5Gയുടെ കണക്ടിവിറ്റി ഉണ്ടാവുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് 5Gയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്തിനാണ് ഈ ആളുകൾ കിടന്ന് പേടിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ 5Gയെ ഇത്രത്തോളം എതിർക്കുന്നത്? 5Gയുടെ പുറകിൽ 5G വന്നപ്പോൾ മുതലേ വളരെ ഭയങ്കര കോൺസ്പിറസി തിയറികളാണ്. ഇപ്പോൾ കാണുന്ന കൊറോണ വൈറസും അതുപോലെ ക്യാൻസറുകൾക്കും ഒക്കെ കാരണം 5G ആണ് എന്നൊരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. എന്തായിരിക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാനായിട്ടുള്ള ഒരു കാരണം? പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത്രത്തോളം ടവറുകൾ വയ്ക്കുന്നു, അതിൽ നിന്നുള്ള എല്ലാ റേഡിയേഷനും കൊണ്ട് പെട്ടെന്ന് മ്യൂട്ടേഷൻ സംഭവിക്കുമെന്നുള്ളൊരു വാദമാണ്. കാര്യം നമുക്കറിയാം നമ്മുടെയൊക്കെ സെല്ലിനുള്ളിലുള്ളത് DNA ആണ്. ഈ DNAയിൽ എന്തെങ്കിലും വ്യതിയാനം വരുമ്പോഴാണ് ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്. അങ്ങനെ മ്യൂട്ടേഷൻ വരുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാകുന്നതെന്നൊക്കെ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മൊത്തം DNA കോഡിൻ്റെ 1% നമ്മുടെ ഈ ബോഡി സ്ട്രക്ചർ അതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാം തീരുമാനിക്കുന്നത്. ഇതിനകത്ത് ഒരു ചെറിയ മ്യൂട്ടേഷൻ വരുമ്പോഴാണ് ശരിക്കും ഒരു എന്താ പറയുന്നത് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരു കോശമൊക്കെ ഉണ്ടാവാനായിട്ടുള്ളൊരു സാധ്യത. ഈ ക്യാൻസർ ആയിട്ടുള്ള കോശങ്ങളെ അങ്ങനെ പെറ്റുപെരുകാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഏരിയയിലേക്ക് വ്യാപിപ്പിക്കാതിരിക്കാനായിട്ട് ശരീരത്തിന് തന്നെ പ്രതിരോധ വ്യവസ്ഥയുണ്ട്, അതിന് അതിൻ്റേതായ മെക്കാനിസം ഉണ്ട്. നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മൾ വെയിൽ കൊള്ളാനായി പുറത്തിറങ്ങുമ്പോൾ ഉള്ള UV ലൈറ്റ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് ലൈറ്റ് പോലും അയണൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മൾ പേടിച്ചിട്ട് വെയിലത്ത് ഇറങ്ങാതിരിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കൊറോണ വൈറസ് ഇങ്ങനെയല്ല ഉണ്ടായത്, ഇതൊരു കോൺസ്പിറസി തിയറി ആണെന്നുള്ളത്. കാര്യം ഏതോ ഒരു ജന്തുജന്യമായ അസുഖമായിട്ടോ അല്ലെങ്കിൽ ലാബിൽ നിന്ന് ലീക്ക് ചെയ്തെന്നോ ഒക്കെ പല തിയറീസ് ആണല്ലോ കൊറോണയെക്കുറിച്ച് പറയുന്നത്. അതിനകത്ത് എങ്ങനെയാണ് ഈ മ്യൂട്ടേഷൻ വന്നത്, 5G ടവർ കൊണ്ടാണോ എന്നുള്ള ഒരു ചിന്തയാണ് ഈ കോൺസ്പിറസി തിയറിയുടെ പുറകിൽ. പക്ഷേ അതിലൊന്നും കാര്യമില്ല, അതൊക്കെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് നമുക്കറിയാം.
ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. 5G അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ആ ഒരു വേവിലെ എന്തെങ്കിലും കാരണം കൊണ്ട് മനുഷ്യന് ക്യാൻസർ ഉണ്ടാവുമോ, അത് അയണൈസിങ് റേഡിയേഷൻ ആണോ എന്നൊക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിനു മുമ്പ് റൂൾ ഔട്ട് ചെയ്ത് കളഞ്ഞ കാര്യങ്ങളുമാണ്. ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഒന്നും അയണൈസിങ് റേഡിയേഷൻ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ അയണൈസിങ് റേഡിയേഷൻ എന്ന് പറയുന്നത്? അത് ആൽഫ റേസും ബീറ്റ റേസും ഗാമ റേസും എക്സ് റേസും UVയുടെ തന്നെ ഏറ്റവും ഹയർ ഫ്രീക്വൻസി ഉള്ള സാധനങ്ങളൊക്കെയാണ് ശരിക്കും അയണൈസിങ് റേഡിയേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ അയണൈസിങ് റേഡിയേഷൻ? അതായത് വളരെ ഊർജം കൂടിയ ഒരു ഫോട്ടോൺ വന്ന് ഒരു ആറ്റത്തിനകത്തെ ഒരു ഇലക്ട്രോണിനെ നോക്ക് ചെയ്ത് കളയുകയാണെങ്കിൽ അത് അയണൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ DNA-ക്കകത്തുള്ളത് കാർബണും നൈട്രജനും ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ ചേർന്ന തന്മാത്രകളാണ്. അപ്പോൾ ഇതെല്ലാം ശരീരത്തിനുള്ളിലുണ്ടെങ്കിൽ ഒരു അയണൈസിങ് റേഡിയേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിനെ അയണൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിന് താഴോട്ടുള്ള, അതായത് നമ്മുടെ കാണാൻ കഴിയുന്ന വിസിബിൾ റേഞ്ചിലുള്ള ലൈറ്റിനും അതിന് താഴെയുള്ള ഇതിനും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പലതവണ ആവർത്തിച്ചുള്ള പരീക്ഷണങ്ങളിൽ കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 5th ജനറേഷൻ ടെക്നോളജിക്ക് ഏതാണ്ട് 3.9 ഇലക്ട്രോൺ വോൾട്ട് മാത്രമേ ശക്തിയുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഈ പറയുന്ന മ്യൂട്ടേഷനുകൾക്ക് കാരണമാകാൻ പറ്റിയ ഒരു ഫോട്ടോൺ ആവണമെന്നുണ്ടെങ്കിൽ അതിന് മിനിമം ഒരു 5 ഇലക്ട്രോൺ വോൾട്ട് എങ്കിലും വേണം. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ സൂര്യപ്രകാശത്തിലുള്ള അൾട്രാ വയലറ്റിനേക്കാൾ മുകളിലുള്ള ഫ്രീക്വൻസിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 5Gയെ യാതൊരു തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല. ഇനി 5Gയെ പേടിയുള്ളവർ ആദ്യം ചെയ്യേണ്ടത് പുറത്തിറങ്ങുമ്പോൾ സ്പേസ് സൂട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. കാര്യം 5Gക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിനേക്കാൾ ആക്ച്വലി അയണൈസ് ചെയ്യാൻ പറ്റുന്ന റേഡിയേഷൻ സൂര്യപ്രകാശത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ ലൈറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റിന് ഏതാണ്ട് 300 ടെറാഹെർട്സ് ആണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് DNA-ക്കകത്തുള്ള ആറ്റംസിനെ അയണൈസ് ചെയ്യിക്കാനോ എനിക്ക് ക്യാൻസർ വരാനോ ഉള്ള സാധ്യതയില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള വ്യക്തമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ പൊതുവേ ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ അകാരണമായിട്ടുള്ള പേടികളായിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് അതിന് കാരണമൊന്നുമില്ല. എന്തോ ഈ മൈക്രോവേവും ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്തുള്ള ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് ആണ്. അതുപോലെ തന്നെ ഗാമ റേസും ഇതിനകത്ത് പെട്ടതാണ്, വിസിബിൾ ആയിട്ടുള്ള ലൈറ്റും ഇതിനകത്ത് പെട്ടതാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇതിനൊക്കെ എല്ലാത്തിനും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്നല്ലേ പേര്. അപ്പോൾ റേഡിയേഷൻ കാരണം ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടാവും എന്നാണ് ആളുകൾ കരുതുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ധൈര്യമായി 5Gയും 4Gയും ഒക്കെ ഉപയോഗിക്കൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇവരൊക്കെ വല്ല ആമസോൺ കാർഡുകളിലേക്കും പോകുന്നതാണ് നല്ലത്. ഇന്ന് നമ്മുടെ സാങ്കേതിക വിദ്യ എനിക്ക് ലൂസി നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിൻ്റെ പ്രധാന കാരണം ഇന്നത്തെ നമ്മുടെ 4G നെറ്റ്വർക്കുകളാണ്. ആളുകൾ മൊബൈലിൽ വീഡിയോ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇതൊന്നും ഇല്ലാതെ നമുക്കിന്ന് ജീവിക്കാൻ പോലും പറ്റില്ല. വിവര സാങ്കേതിക വിദ്യ ആയിരുന്നാലും ബാക്കി എന്ത് കാര്യം, ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നത് 4G ടെക്നോളജി ഉള്ളതുകൊണ്ടല്ലേ എത്രയോ കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ശാസ്ത്രത്തിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത് തന്നെ ശുദ്ധ അബദ്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ വിഷയം ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡുമായിട്ട് ലൂസിയിൽ കാണുന്നവരെ ഐ ആം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.